പ്രവർത്തിക്കുന്ന നിങ്ങൾ അല്ല, നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് നിങ്ങൾ ഇവിടെ സിപിഎമ്മിനെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താണ് മാധ്യമങ്ങൾക്ക് നേട്ടം? മാധ്യമങ്ങളെ പരിശോധിക്കേണ്ടത് മാധ്യമങ്ങൾക്ക് എന്താണ് നിഷ്പക്ഷമായ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് എന്താണ് തടസ്സമെന്ന് പറയുന്നത്? നിങ്ങളുടെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങൾ ആ പിഴവ് ശരിയാണ്, ഞങ്ങൾക്കിത് പറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് ഉണ്ടോ? ഒരു സാഹചര്യം താങ്കൾക്ക് വിശദീകരിക്കാമോ? ഇതാ ഞങ്ങളുടെ പിഴവ്, ഇത് ഞങ്ങളുടെ പിഴവാണ് എന്ന് പറയുന്ന ഒരു കാര്യം. ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞു ഞങ്ങൾ പുറകോട്ടേക്ക് വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് രാഷ്ട്രീയവും ഭരണകരവും സംഘടനാപരവുമായിട്ട് പോരായ്മ സംഭവിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ തിരുത്തും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതെങ്കിലും പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? ഭരണപരമായ പിഴവുകൾ എന്ന് പറയുമ്പോൾ മന്ത്രിസഭയിൽ ആർക്കും കുഴപ്പമില്ല, എല്ലാവരും നല്ല മിടുക്കരായ മന്ത്രിയാണ്, മന്ത്രിസഭയിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഭരണപരമായ പോരായ്മ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെ പോരായ്മ നിങ്ങൾ ആരാ പറഞ്ഞത്? മന്ത്രിമാരുടെ പ്രവർത്തനത്തിലൊന്നും ഒരു പിഴവുമില്ല എന്നാണ്. 20% വരുന്ന CPM-ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യം. ഏറ്റവും ആധികാരികമായിട്ട് കാര്യം പറയേണ്ട ആൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു മന്ത്രിയെ സംബന്ധിച്ചും ഒരു പിഴവുമില്ല, കഴിവുള്ളവരാണ്, അവരാരെയും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയും കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പേര് ചെയ്യേണ്ട കാര്യം ഇവിടെ UDF ഭരിക്കുന്ന സമയത്ത് ഇവിടെ UDF ഭരിക്കുമ്പോൾ UDF-ന്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാ മാധ്യമങ്ങളും തഴുകിയാണോ സംസാരിക്കാറ്? നിങ്ങൾക്ക് 10 വർഷമായതുകൊണ്ട് ഓർമ്മ കാണില്ല, തുടർഭരണം കിട്ടിയതുകൊണ്ട്. മുഖ്യമന്ത്രിയുടെ എനിക്കങ്ങനെ നിങ്ങൾ പോലെ ഓർമ്മക്കുറവ് വന്നിട്ടില്ല. അന്നും ചർച്ചയിൽ ഞാൻ പിന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഞാനെതിരല്ല, പക്ഷേ തെറ്റുകൾ ഏകപക്ഷീയമായി ചൂണ്ടിക്കാട്ടുന്നത് ശരിയാണോ പരിശോധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 4 പേർ നടത്തുന്ന ഒരു ചർച്ചയിൽ ഒരു CPM-കാരനെയും 3 CPM വിരുദ്ധരെയും പങ്കെടുപ്പിക്കുന്നത് ന്യായമാണോ? നിങ്ങൾ പരിശോധിക്കണം. തെറ്റുകളുടെ ഏക പാർട്ടി CPM ആണ്, അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഇത്രേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇനി പ്രതിപക്ഷത്തുള്ള കാലത്ത് നിങ്ങൾ ഞങ്ങളെ തലോടുകയായിരുന്നോ? ഞങ്ങൾക്ക് വിമർശനമായിരുന്നില്ലേ മുഖ്യമായിട്ട് ജോലി? അതുകൊണ്ട് ഇത് ന്യായമല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഒരു തെറ്റും പറ്റാത്തവരാണ്, ജനങ്ങളിൽ നിന്ന് ഒരു തെറ്റ് സംഭവിക്കാത്തവരാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് തെറ്റുണ്ടാവുന്നുണ്ട്, തെറ്റുകൾ നിങ്ങൾ പരിശോധിക്കും, ചില കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ട് ജനങ്ങളോട് ഏറ്റുപറയും, അവരോട് മാപ്പ് ചോദിക്കും, തിരുത്തേണ്ട കാര്യം തിരുത്തും. അതിനെല്ലാം ആർജവുള്ള പാർട്ടിയാണ് CPI. പക്ഷേ ഞങ്ങൾ മാത്രം തെറ്റുകാരി. ഒരു തെറ്റും കോൺഗ്രസിനില്ല, ഒരു തെറ്റും BJP-ക്കില്ല, ഒരു തെറ്റും ലീഗിനില്ല. CPM ശരിയായാൽ എല്ലാം ശരിയാവും. ഇല്ല, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് എത്ര ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു CM പ്രകാശൻ? താങ്കൾ തന്നെ എത്ര ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നില്ല എന്നാണോ? കഴിഞ്ഞ ദിവസം കൂടി കൂടോത്രം ചർച്ച ചെയ്തു. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനകത്തെ അപജയങ്ങളും ആ നിലയ്ക്ക് ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കെ സുധാകരന്റെ വായിൽ നിന്ന് വരുന്ന മൊഴികൾ ചില ദിവസങ്ങളിൽ ചർച്ചയായിട്ടില്ലേ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ഒരു 6 മാസക്കാലം നടത്തിയിട്ടുള്ള ചർച്ചയുടെ പെർസെന്റേജ് അതുണ്ടാകില്ല CM പ്രകാശൻ. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരേപോലെ വിമർശിക്കുക, അങ്ങനെ കണക്ക് നോക്കി ഇതാ ഇവിടെ 5 എണ്ണം എന്നാ ഇപ്പുറത്തും 5 എന്ന കണക്കിലെടുത്തിട്ടല്ല വിമർശിക്കുന്നത്. ഭരണപക്ഷത്തിന് ഭരിക്കുന്നവരെ വിമർശിച്ചുകൊണ്ട് ഭരണത്തിലെ പിഴവുകൾ തിരുത്തിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. അത് ചെയ്യേണ്ടതുണ്ട്. പ്രതിപക്ഷം ആ പ്രവർത്തനം നടത്തുന്നില്ല, പ്രതിപക്ഷത്തിന്റെ റോളാണ് മാധ്യമങ്ങൾ നിർവഹിക്കേണ്ടത്, അല്ലാതെ ഭരണപക്ഷത്തെ തഴുകലല്ലോ CM പ്രകാശൻ. ഇവിടെ മോദിയെ അനുകൂലിച്ച് ചർച്ച നടത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുക? CM പ്രകാശൻ, ഇവിടെ മോദിയെ അനുകൂലിച്ച് ചർച്ച നടത്തിയാൽ CM പ്രകാശൻ, മോദിയെ അനുകൂലിച്ച് ചർച്ച നടത്തിയാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുക? കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് ചർച്ച നടത്തിയാൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുക? കേരളത്തിൽ എങ്ങനെയാണ് കാണുക? ഒന്ന് പറയൂ. കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് ഞാൻ പറയാം, കേരളത്തിലെ ഈ സാധാരണക്കാർക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയാത്തതിന്റെ മുഖ്യ ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ. കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനയും ശത്രുതാപരമായ നിലപാടും നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? അതൊക്കെ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ലില്ല, അതൊക്കെ ഞങ്ങളിവിടെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ സർവേയിലും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ജനത്തിന് ബോധ്യമാകുന്നത്, ജനം വിശ്വസിക്കുന്നത് കേന്ദ്രത്തിന്റെ പിടുത്തം മാത്രമല്ല, ഇവിടെ എങ്ങനെ പണം ചെലവഴിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ രീതികളിലില്ല, നേതാക്കളുടെ രീതികളിലില്ല, ഭരണരീതിയിലില്ല, പ്രവർത്തനങ്ങളിലില്ല. അപ്പോൾ അത് സ്വാഭാവികമായും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയല്ല സ്മൃതി, ഇല്ലെന്ന് വരുത്താനാണ് നിങ്ങൾക്ക് താല്പര്യം.
നിങ്ങളിപ്പോൾ നവകേരള സദസ്സ് കോടികളുടെ ചെലവാണെന്ന് പറഞ്ഞു. ചെലവില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. നവകേരള സദസ്സ് ഗുണം ചെയ്തു എന്നാണോ പാർട്ടി കണ്ടെത്തൽ? അല്ലല്ലോ, നവകേരള സദസ്സ് തിരിച്ചടിയായി എന്നാണല്ലോ വിലയിരുത്തൽ. നവകേരള സദസ്സ് തിരിച്ചടിയായെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു ശ്രീ എം പ്രകാശൻ. നിങ്ങൾ തന്നെ, പാർട്ടി തന്നെ. ആരാ വിലയിരുത്തിയത്? നവകേരള സദസ്സ് ഗുണം ചെയ്തില്ല എന്ന് പാർട്ടി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. CPM അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടേ ഇല്ല. CPM-നോട് ഇപ്പൊ ഞാനിവിടെ പറയാനുള്ളൂ, നവകേരള സദസ്സ് ദോഷം ചെയ്തു എന്ന് ഞങ്ങൾ എവിടെയും വിലയിരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ? അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സ്വയം ഓരോന്ന് ഉണ്ടാക്കുകയാണ്. നവകേരള സദസ്സിനെ കുറിച്ച് മോശമായി ചിന്തിപ്പിക്കുന്ന നിങ്ങൾ എന്തെല്ലാം കാര്യം ചെയ്തു? അതിന് ബസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺഗ്രസ് യാത്ര പോകുന്നിടത്തൊക്കെ രക്ഷാപ്രവർത്തനം, അതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നവകേരള സദസ്സിന് ഏറ്റവും അനുകൂലമായ ഭാഗമുണ്ടല്ലോ. ശ്രീ എം പ്രകാശൻ, നിങ്ങൾ എന്തിനാണ് ഈ നവകേരള സദസ്സ് നടത്തിയത്? കേന്ദ്ര സർക്കാർ ഇതാ നമ്മളെ പിഴിയുകയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരുന്നല്ലോ. അങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെട്ടിരുന്നത്. ആദ്യം അങ്ങനെയല്ലെങ്കിലും പിന്നീട് അതാണ് അല്ലേ? അപ്പോൾ അതെന്താണ് ജനങ്ങൾക്ക് ബോധ്യമാകാതെ പോയത് ശ്രീ എം പ്രകാശൻ? എന്താണ് അത് ബോധ്യമാകാതെ പോയത്? നിങ്ങൾ ഇത്ര മന്ത്രിമാർ മുഴുവൻ പരിവാരങ്ങളും പോയി വണ്ടി എടുത്ത് പോയി പറഞ്ഞിട്ടും എന്താണ് ബോധ്യമാകാഞ്ഞത്? ജനങ്ങൾക്ക് ബോധ്യമായില്ല. ജനങ്ങൾക്ക് ബോധ്യമായില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? അത് ശരി, ജനങ്ങൾക്ക് ബോധ്യമായില്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? ബോധ്യമായ ആളല്ല നിങ്ങൾക്ക് വോട്ട് പറയാനാണ് ശ്രീ എം പ്രകാശൻ. പൊതുവെ വരുമ്പോ ഇന്ത്യ ആര് ഭരിക്കണം? ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പില് നവകേരള സദസ്സ് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനല്ലോ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് ഇന്ത്യ ആര് ഭരിക്കണം തീരുമാനിക്കാനാണ്. ഇന്ത്യ ഭരിക്കുന്നത് ഈ പറയുന്ന BJP ആണ് എന്ന് ഭൂരിപക്ഷം ആളുകൾ, കോൺഗ്രസ് പേരിന് മുന്നണി ഭരിക്കുന്നതാണ് എന്ന് മറ്റു ഭാഗം ആളുകൾ, CPM-ന് ഭരിക്കാൻ മാത്രമുള്ള നിലയില്ല എന്ന് ഭൂരിപക്ഷം ആളുകൾ. അതല്ലേ തെരഞ്ഞെടുപ്പ്. അതല്ലാതെ നവകേരള സദസ്സ് തെറ്റാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.